ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ നാളായില്ലേ ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, എബേട്ടൻ പട്ടിക്കൂട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് ഇടാമെന്ന് വിചാരിച്ചു. വീട്ടിൽ 2 പട്ടിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അതുങ്ങൾക്ക് കൂടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ തറയിൽ ഇങ്ങനെ കോൺക്രീറ്റിൽ ഇങ്ങനെ കിടന്ന് അതിൻ്റെ രോമമൊക്കെ ഇങ്ങനെ ഒത്തിരി കൊഴിഞ്ഞു പോവായിരുന്നു കേട്ടോ. പിന്നെ അതിൽ കിടന്ന് രോമം ഇല്ലാതെ ഇങ്ങനെ കൈയുടെ മുട്ടിനൊക്കെ ഭയങ്കര തൊലിയൊക്കെ ഇങ്ങനെ പോയി മുറിവൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കൂട് പണിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എബേട്ടൻ കൂട് പണിയും തന്നെ സ്വയം പണിയും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. അപ്പോൾ ഇതേ പണിതുകൊണ്ടിരിക്കുകയാണ്. എബേട്ടന് വർക്ക്ഷോപ്പ് പണിയാണ്, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പം ഞങ്ങളുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. 2 വീലറിൻ്റെ വർക്ക്ഷോപ്പാണ് എബേട്ടന്. അപ്പോൾ വെൽഡിങ്ങിൻ്റെ പണിയൊന്നും അറിയാൻ പാടില്ലായിരുന്നു, കണ്ട് അങ്ങനെ പരിചയമുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. വെൽഡിങ് പണിയൊന്നും ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ കൂട് ഇങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, എങ്ങനെ വരും എന്താവുമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പട്ടിക്കൂട് മേടിക്കാൻ പോവുകയാണെങ്കിൽ തന്നെ ഒരു പട്ടിക്ക് കിടക്കാനുള്ള കൂടിന് തന്നെ നല്ല പൈസ കൊടുക്കണം അല്ലേ. അപ്പോൾ എവിടെ തന്നെ ഇങ്ങനെ ഇത്ര ഭംഗിയായിട്ട് പണിയൊന്നും വിചാരിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ മെഷീനൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, വാടകയ്ക്ക് കൊടുക്കണ മെഷീനൊക്കെ വീട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ എബേട്ടൻ ഇങ്ങനെ പണിത് തുടങ്ങിയിട്ട് ഓരോ അളവൊക്കെ കറക്റ്റായിട്ട് എടുത്തിട്ട് പണിതുകൊണ്ടിരിക്കുക കേട്ടോ. 2 പട്ടികൾക്കും വേറെ ഇങ്ങനെ കൂടാണ്, 2 കൂടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് അളവൊക്കെ എടുത്ത് ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എബേട്ടൻ്റെ പണിയൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് എബേട്ടന് വേണ്ടി ഒരു ലൈക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പിങ്കി അമ്മ പട്ടിയാണ്, ഇതിൻ്റെ മോനാണ് മിക്കി. അപ്പോൾ ഇവക്ക് 4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, 5 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം മരിച്ചുപോയി, ചത്തുപോയി. എന്നിട്ടാണ് ഈ ഒരെണ്ണത്തിൻ്റെ മിക്കിനെ ഞങ്ങൾ ആർക്കും കൊടുത്തില്ല, എല്ലാ ആൺപട്ടികളായിരുന്നു. ഒരു പെൺപട്ടി ഉണ്ടായിരുന്നു, വെള്ള പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു, അതിനൊക്കെ കൊടുത്തു. എന്നിട്ട് എല്ലാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അടിയിൽ അതിൻ്റെ താഴെ മര കഷ്ണങ്ങളാണ് വെച്ചത്. നമ്മുടെ വീട് പണിക്ക് കുറച്ച് മര കഷ്ണങ്ങൾ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി കഷ്ണങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു, കറക്റ്റായിട്ട് അതിനുള്ള മരകഷ്ണങ്ങൾ തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂട്ടിന് ഇടാൻ പറ്റി. അവൾക്ക് ഇത്ര ആയപ്പോൾ തന്നെ കയറി ഇരിക്കണമെന്നുള്ള ഇതാണ് പിങ്കിക്ക്. എന്നിട്ട് കറക്റ്റ് അളവ് എടുത്തിട്ട് എബേട്ടൻ അതിനെ മുറിച്ച് അതിലേക്ക് വെച്ചോണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ താഴെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്. എബേട്ടനും കുഞ്ഞും ഭയങ്കര മൃഗസ്നേഹികളാണ്, ഉറുമ്പിനെ വരെ സ്നേഹിക്കും അവർ. അങ്ങനെയാണ്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൂച്ച, പട്ടിയൊക്കെ ഒത്തിരി എല്ലാ ജീവികളെയും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യും, അവർക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. അങ്ങനെ ഒരു രീതിയാണ് എബേട്ടൻ്റെയും കുഞ്ഞുവിൻ്റെയും. കുഞ്ഞി പിള്ളേരെ പോലെ നോക്കണതാണ് പട്ടീനെ. അപ്പോൾ ഇങ്ങനെ ഇനി അതൊക്കെ മര കഷ്ണങ്ങളൊക്കെ വെച്ച് അതിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് അത് മാറ്റിയിട്ട് ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഡോറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പട്ടിക്കൂട്ടിന്. ഞാൻ ഓർത്തു ഇത്രയൊക്കെ ആയി, ഇനി അതിൻ്റെ ഡോറൊക്കെ എങ്ങനെ ഉണ്ടാക്കുമായിരിക്കും, ഒരാളോട് പറഞ്ഞാൽ പോരെന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് പണിത് വന്നപ്പോൾ അടിപൊളിയായി കൂട്. പിന്നെ ഞങ്ങളുടെ വെള്ളത്തിൻ്റെ ടാങ്കിനും ഇതുണ്ടായിരുന്നില്ല, മേളിലിടാൻ ഗ്രില്ലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൂടി പണിതു. എവിടെ ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ കമ്പി ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ അതിനു കൂടി അളവെടുത്ത് കൊണ്ടുവന്നിട്ട് അതിനു കൂടി ഗ്രില്ലൊക്കെ ഉണ്ടാക്കിട്ടോ. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇതൊക്കെ 2 ആഴ്ച കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാട്ടോ പട്ടിക്കൂട്, ഒറ്റയടിക്ക് ഉണ്ടാക്കിയതല്ല. ഞായറാഴ്ച മാത്രമേ ഉള്ളൂ അവധി. അപ്പോഴാണ് ഉണ്ടാക്കണത്, ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇത് പട്ടിക്കൂട്ടിൻ്റെ മേളിലേക്ക് ഇടാൻ വേണ്ടിയുള്ള ഷീറ്റാട്ടോ, ഷീറ്റും നെറ്റും ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് വെച്ചേക്കണയാണ്. ഈ ഞായറാഴ്ച വരെ വർക്ക്ഷോപ്പിൽ പോവും. ഈ ഞായറാഴ്ച ഒരു ദിവസം അവധി ഉള്ളപ്പോഴാണ് ഇതൊക്കെ ചെയ്ത് തീർത്തത്. അപ്പോൾ 2-3 ഞായറാഴ്ച കൊണ്ടാട്ടോ തീർത്തത്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഡോർ അടപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ പിങ്കിയുടെ കുഞ്ഞാണിത്. മിക്കി ഒറ്റ
ഒറ്റ ചെരുപ്പ് വെക്കില്ല. മെയിനായിട്ട് കൂട് ഉണ്ടാക്കാനുള്ള കാരണം ചെരുപ്പ് കടിക്കുന്ന സ്വഭാവമാണ് അതിന്. അപ്പോൾ പുറത്ത് എന്ത് സാധനം ഉണ്ടെങ്കിലും ഒരു പേപ്പർ കഷ്ണം കിട്ടിയാൽ കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുക്കും. അമ്മ അത് കടിച്ച് ഇല്ലാതാക്കും. അങ്ങനെ പുതിയ ചെരുപ്പൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് എല്ലാം കടിച്ച് നാശാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഉണ്ടാക്കാൻ കാരണം. പിന്നെ ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഡോറിങ്ങനെ പിടിപ്പിച്ചിട്ട് കറക്റ്റായിട്ട് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് വന്നു. പിന്നെ അതിൻ്റെ പട്ടിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പട്ടിയുടെ അടുത്തേക്ക് പോകുമ്പോൾ അതിങ്ങനെ കമ്പിയിലിങ്ങനെ കൈ വെച്ചിട്ട് ഞങ്ങൾ നോക്കൂലോ. ആ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ കമ്പി വേറെ രീതിയിൽ വെച്ചോണ്ടിരിക്കുക കേട്ടോ. വേറെ ഡിസൈനിൽ ഇങ്ങനെ കറക്റ്റ് അളവെടുത്തിട്ട് വെച്ചോണ്ടിരിക്കുകയാണ് ഏബേട്ടൻ. അപ്പോൾ നല്ല ഭംഗിയായി. ലാസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ നല്ല അടിപൊളി കൂട് ഉണ്ടാക്കിട്ടോ ഏബേട്ടൻ. എൻ്റെ ഒരു സന്തോഷത്തിന്, എൻ്റെ ഒരു ഓർമ്മയ്ക്ക്, പിന്നെ നമുക്ക് കുറേ കാലം കഴിയുമ്പോൾ ഇതൊക്കെ കാണുമല്ലോ. അങ്ങനെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഇടണേ കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഇങ്ങനെ ബാക്കി വരുന്ന കമ്പി കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഞാനൊരു ചെരുപ്പ് സ്റ്റാൻഡ് കൂടി ഉണ്ടാക്കിച്ചു. നല്ല അടിപൊളിയായിട്ട് വന്നു. നല്ല ഐഡിയ കേട്ടോ, ഇവിടുന്ന് നല്ല ഐഡിയ ഉണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ കൂടും അതിൻ്റെ വാതിലൊക്കെ റെഡിയാക്കി. അപ്പുറത്തെ സൈഡും ഡിസൈനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിട്ടോ. ഇതേ കണ്ടോ, എന്ത് ഭംഗിയായിട്ട് വന്നു അല്ലേ. ആദ്യമായിട്ട് പണിതതാന്ന് ആരെങ്കിലും പറയുമോ? ഇല്ലല്ലോ. നിങ്ങളൊന്ന് കമൻറ്റ് ഇടണേ. ആദ്യമായിട്ടാണ് ഏബേട്ടൻ ഇങ്ങനെ വെൽഡ് ചെയ്ത് ഒരു കൂടുണ്ടാക്കണം, വെൽഡിങ് പണി ചെയ്യണത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്തതുപോലെ തോന്നിയില്ല കേട്ടോ. അതുപോലെ അത്ര ഭംഗിയായിട്ട് ചെയ്തു. അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ നെറ്റ് ഇടാനുണ്ട്. നെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ വീഡിയോ ഞാൻ ഇങ്ങനെ വെൽഡ് ചെയ്യുന്ന തന്നെ കാണിക്കേണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് കാണിക്കാത്തത്. ലാസ്റ്റ് ഞാൻ അതിൻ്റെ കൂട് കാണിച്ചു തരാം കേട്ടോ. ഇത് ചെരുപ്പ് സ്റ്റാൻഡാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചെരുപ്പ് സ്റ്റാൻഡ് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞ് മേടിക്കുമ്പോൾ നമുക്ക് കുഞ്ഞതല്ലേ കിട്ടണേ. അപ്പോൾ ബാക്കി ഇങ്ങനെ കമ്പി കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനു വേണ്ടി ഒരു 2 കമ്പി കഷ്ണം ഇങ്ങനെ മേടിച്ചു ഏബേട്ടൻ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ 2 തട്ട് ഉണ്ടാക്കാനുള്ള കഷ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി നമ്മൾ കമ്പി വേറെ മേടിക്കുമ്പോൾ, എന്തെങ്കിലും പണിയാനായിട്ട് മേടിക്കുമ്പോൾ നടുക്ക് ഒരെണ്ണം കൂടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് 2 തട്ട് ഉണ്ടാക്കി തന്നത്. പട്ടിക്കൂട് ഞാൻ കാണിച്ചു തരാം. പട്ടികൾ കിടന്നുറങ്ങും കേട്ടോ. അതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടു. അങ്ങനെയൊക്കെ വെൽഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടു. ആദ്യം ഗ്രില്ല് ഇട്ടിട്ട് ഇച്ചിരി പൊക്കത്തിലാണ് ഈ ഷീറ്റ് ഇട്ടേക്കണേ. കണ്ടോ, 2 പേര് കിടന്നുറങ്ങും കേട്ടോ. ഇച്ചിരി ചൂടുണ്ട്. ഷീറ്റ് വെയിലും കൂടി ആയപ്പോൾ ഇങ്ങനെ ഇച്ചിരി ചൂടുണ്ട്. എന്നാലും പലക കഷ്ണം ആയതുകൊണ്ട് അത്ര അവർക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ 2 പേര് കൂട്ടിൽ കയറ്റി. പിന്നെ പെയിൻറ്റൊക്കെ അടിച്ചു. വേറെ പെയിൻറ്റ് കൊണ്ടുവന്നിട്ട് പെയിൻറ്റൊക്കെ അടിച്ചു. പെയിൻറ്റ് അടിച്ചിട്ട് നല്ല സൂപ്പറായിട്ട് പട്ടിക്കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പോൾ നല്ല ഭംഗിയായി. പിന്നെ ഇതാണ് വെള്ളത്തിൻ്റെ ടാങ്കിൻ്റെ മുകളിലേക്കും ഗ്രില്ലുണ്ടാക്കി. കണ്ടോ, വെൽഡ് ചെയ്തിട്ട് ഗ്രില്ലുണ്ടാക്കിയ വീട്ട്. എന്നിട്ട് പട്ടിക്കൂടൊക്കെ കഴിഞ്ഞു, ഗ്രില്ലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ചെരുപ്പ് സ്റ്റാൻഡ്, ബാക്കി കഷ്ണം കൊണ്ട് ചെരുപ്പ് സ്റ്റാൻഡ് 2 തട്ട് ഉണ്ടാക്കി. നല്ല അടിപൊളി സൂപ്പറായിട്ട് വന്നു. ഇത്ര വലിയ സ്റ്റാൻഡ് ഉണ്ടാക്കിയത് നമ്മൾ എവിടേക്കെങ്കിലും പോയിട്ട് വരുമ്പോൾ ഹെൽമെറ്റൊക്കെ ഊരി വെക്കും അല്ലേ. പിന്നെ പിള്ളേരുടെ ഷൂ ഒക്കെയാണ് ഇപ്പോൾ പിള്ളേർ ഇടുന്നത്. ഷൂ ഒക്കെ ഊരി വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കയറിയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പേടി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വലിയ സ്റ്റാൻഡ് ഉണ്ടാക്കി തന്നത് ഏബേട്ടൻ. കറക്റ്റ് ആ മതിലിന് ചേർന്നിരിക്കുന്ന രീതിയിലാട്ടോ ഉണ്ടാക്കി തന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് എല്ലാവരും ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അതുവരെ ബൈ.